എത്തിക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. പിറന്നാൾ സദ്യയും ശോഭായാത്രയും ശ്രീകൃഷ്ണ ദർശനവും ഉൾപ്പെടെ വർണ്ണാഭമായ പരിപാടികളിൽ പങ്കാളികളാകാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രവും ഐതിഹ്യവും വിശ്വാസവും സംഗമിക്കുന്ന ഭൂമികയാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇന്നിവിടെ അഷ്ടമി രോഹിണി നാളിൽ കണ്ണന്റെ പിറന്നാൾ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലേക്ക് കൊല്ലം, തമിഴ്നാട് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലും കൊല്ലം ജില്ലയിൽ അടക്കമുള്ള ഭക്തജനങ്ങൾ വരുന്നത് പതിവാണ്. ഗുരുവായൂരിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഭക്തജനങ്ങളാണ് കൂടുതലായും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഗുരുവായൂരിനെക്കാളും തിരക്ക് കുറവും കണ്ണനെ മതിയാവോളം തൊഴാനുമുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അന്നദാന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. രാവിലെ മുതലുള്ള തിരക്ക് ഇപ്പോൾ അല്പം കുറവാണെങ്കിലും വൈകുന്നേരം ശോഭയാത്രയോട് അടുക്കുമ്പോൾ ഇവിടെ കനത്ത തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ സംതൃപ്തിയുണ്ട്. കാരണം ഞാൻ എല്ലാ മാസവും ഗുരുവായൂരിൽ പോകുന്നതാണ്. ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല. ബേസിക്കലി ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അതിനേക്കാളും ഉപരി ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടായി. കാരണം എല്ലാം മനസ്സറിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്. എവിടെ പോയാലും ഞാൻ ആഗ്രഹിച്ചു വന്ന ഒരു അവല് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നേ. ഒരു അമ്മ വന്ന് അവല് തന്നു. ഇപ്പൊ പാൽപ്പായസം ഞാൻ കൊടുത്തില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. പാൽപ്പായസം കൗണ്ടറിൽ നിന്ന് തന്നായിരുന്നു. ഇപ്പൊ എന്ത് വേണം, ഞാൻ ഒരുപാട് നന്ദി കണ്ണന് പറയാൻ. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയെ 8 വീട്ടിൽ പിള്ളമാരിൽ നിന്നും രക്ഷിച്ച ശ്രീകൃഷ്ണനെയാണ് പിന്നീട് അനിഴം തിരുനാൾ മഹാരാജാവ് പ്രതിഷ്ഠിക്കുകയും ആരാധിച്ചു പോരുകയും ചെയ്തിരുന്നത്. ഇരു കൈകളിലും വെണ്ണ പിടിച്ചുകൊണ്ടുള്ള ബാലരൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാനും പിറന്നാൾ ആശംസകൾ അറിയിക്കാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഭക്തജനങ്ങളുടെ തിരക്ക് തുടരുകയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.